നിന്റെ അമ്മയ്ക്ക് സുഖമില്ല എന്ന് പറഞ്ഞ് നിന്റെ അച്ഛൻ നിന്നെ വിളിക്കുന്നു. ഒരിക്കലും നിന്റെയോ നിന്റെ അമ്മയുടെ സന്തോഷം പോലും ആഗ്രഹിക്കാത്ത ആ മനുഷ്യൻ ഒരു അസുഖ വിവരം വിളിച്ച് അറിയിക്കുന്നു എന്നിടത്ത് തുടങ്ങുന്നു ആദ്യത്തെ അസ്വാഭാവികത. ആ ഒരു ആശങ്ക നിനക്കും തോന്നി. നീ തിരികെ വിളിച്ചു. പക്ഷെ അറ്റൻഡ് ചെയ്തത് നിന്റെ അച്ഛൻ തന്നെയാണ്. ബ്രില്യന്റ്. നിന്റെ ആ വിളി അത് നിന്റെ അച്ഛൻ പ്രതീക്ഷിച്ചു. നീ ആവർത്തിച്ച് വിളിക്കുന്ന അറിയാവുന്നതിനാൽ നിന്റെ അമ്മയുടെ ഫോൺ സൈലന്റ് ആക്കി ഒളിപ്പിച്ചു വെക്കാനും നിന്റെ അച്ഛൻ മറന്നില്ല. പക്ഷേ അമ്മയ്ക്ക് ഗുരുതരമായി എന്തോ കുഴപ്പമുണ്ടെന്ന് ചിന്തിച്ച് ഓടിപ്പടച്ച് വീട്ടിലെത്തിയ നീ അച്ഛൻ പറഞ്ഞത് മുഴുവൻ കള്ളമാണെന്ന് മനസ്സിലാക്കുന്നു. എന്നിട്ട് നീ നിന്റെ അമ്മയും ചേർന്ന് പിടിച്ചു നിർത്തി ചോദ്യം ചെയ്തപ്പോ എല്ലാം വെറുതെ ചെയ്തതാണെന്ന് നിസ്സാരവൽക്കരിച്ചു. ഫോൺ സൈലന്റ് ആക്കി എവിടെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നെന്ന് പറഞ്ഞു തന്നു. അതിന്റെ അർത്ഥം എന്താ? ആ സമയമായപ്പോഴേക്കും പുള്ളി ഉദ്ദേശിച്ച കാര്യം നടന്നു കഴിഞ്ഞിരുന്നു എന്നല്ലേ? ഉദ്ദേശിച്ച കാര്യോ? എന്ത് കാര്യം? ഇൻകം ടാക്സ് റെയ്ഡ്. റെയ്ഡോ? അതെ. നീ ഇവിടുന്ന് ഇറങ്ങിപ്പോയതിന്റെ തൊട്ടു പിന്നാലെ ഇവിടെ ഇൻകം ടാക്സ് ഓഫീസേഴ്സ് വന്നിരുന്നു. സർവ്വ സ്ഥലങ്ങളും പരിശോധിച്ചു. അപ്പോ ആ സമയത്ത് നിന്നെ ഇവിടുന്ന് ഒഴിവാക്കാൻ വേണ്ടിയല്ലേ നിന്റെ അച്ഛൻ ആ പണി ചെയ്തത്? ആന്റി പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ ഇൻകം ടാക്സ് ഓഫീസർ അച്ഛനും തമ്മിൽ എന്താ ബന്ധം? അങ്ങേര് ജോലി ചെയ്യുന്ന ഇൻഷുറൻസ് കമ്പനിയിലെ ഓഫീസേഴ്സിനെ പോലും നേരെ ചൊവ്വേ അറിയില്ല. ഇവിടെ റെയ്ഡ് എന്ന് പറഞ്ഞ് വന്നു കയറിയത് ഇൻകം ടാക്സ് ഓഫീസേഴ്സ് ആണെങ്കിലല്ലേ നിന്റെ അച്ഛൻ അറിയാതിരിക്കാൻ പറ്റൂ. അപ്പോ അവർ ഇൻകം ടാക്സ് ഓഫീസേഴ്സ് അല്ലായിരുന്നോ? അല്ലായിരുന്നു. പിന്നെ ആരത്? അവര് ഇൻകം ടാക്സ് ഓഫീസേഴ്സ് അല്ല എന്നുള്ള കാര്യം അവര് പോയി കഴിഞ്ഞതിന് ശേഷമാ മനസ്സിലായത്. ഈശ്വര, വല്ല കള്ളന്മാരും ആയിരുന്നു ആന്റി? സ്വർണ്ണോ പണമൊക്കെ എടുത്തോണ്ട് പോയാ? ഒരു പവൻ സ്വർണമോ ഒരു രൂപയോ നഷ്ടപ്പെട്ടിട്ടില്ല. പിന്നെന്തിനാ അവന്മാർ ആൾമാറാട്ടം നടത്തി വന്നേ? അതൊക്കെ ഉണ്ട്. പക്ഷെ ഒരു കാര്യം ബോധ്യായി. ഇവിടെ വന്ന റെയ്ഡിന് പിന്നിലും നിന്നെ ഇവിടുന്ന് മാറ്റിയതിന് പിന്നിൽ പ്രവർത്തിച്ചതും ഒരു തലച്ചോറ് തന്നെയാ. നിധി. അവളുടെ ഉദ്ദേശം നടന്നില്ല. ഓടുന്ന പട്ടിക്ക് ഒരു മുഴം മുന്നേ എറിഞ്ഞ CKC നേരത്തെ തന്നെ കാര്യങ്ങൾ ഡീൽ ചെയ്തിരുന്നു. പറയാൻഡി, എന്തിനാ അവര് വന്നത്? നിന്നോട് പറയാനാവാത്ത ഒരു വലിയ നിധി ഉണ്ടായിരുന്നു ഈ വീട്ടില്. പക്ഷേ CKC അത് നേരത്തെ തന്നെ ഇവിടുന്ന് മാറ്റി. ആ നിധിയെ ഒരാളുടെ നോട്ടം എത്താത്ത, ഒരാളും സംശയിക്കാത്ത, ഒരാൾക്കും കണ്ടെത്താനാകാത്ത ഒരിടത്തേക്ക് മാറ്റിവെക്കാൻ കൊണ്ടുപോയിരിക്കുക CKC. എന്താ സാർ, എന്തു പറ്റി? സാറെന്താ ഈ നേരത്ത്? ഇന്ന് നൈറ്റ് വർക്കിൽ ആരെങ്കിലും ഉണ്ടോ? ഇല്ല സാർ, എല്ലാവരും പോയി. ആരുമില്ല. ചാവി തന്റെ കയ്യിൽ ഏൽപ്പിച്ചായിരുന്നു? എല്ലാ ദിവസവും ചാവി ഏൽപ്പിച്ചിട്ടാ മാനേജർ പോകുന്നത്. എന്തു പറ്റി സാർ? തന്റെ കയ്യിൽ ഫ്ലാസ്ക് ഇരിപ്പുണ്ടാവും? ഉണ്ട് സാർ, റൂമിൽ ഇരിപ്പുണ്ട്. എങ്കിൽ ഇത് പിടിക്കുക. ആ ഫ്ലാസ്ക് എടുത്തുകൊണ്ട് ജംഗ്ഷനിലുള്ള ഇന്ത്യ കഫേയിലൊന്ന് പോകണം. എന്നിട്ട് സ്ട്രോങ് ആയിട്ട് 2 കോഫി വാങ്ങിക്കണം. അത്രയും ദൂരം പോണോ സാറേ? ഇവിടുത്തെ റെസ്റ്റോറൻറ്റിൽ നല്ല കോഫി കിട്ടും. പറയുന്ന അനുസരിക്കടോ, വൈകുന്ന ഒന്നും പ്രശ്നമല്ല. ശരി സാർ. അവനെ താനും എന്തെങ്കിലും കഴിച്ചു. ധൃതി പിടിച്ച് ഇങ്ങോട്ട് വരണമെന്ന് മനസ്സിലായോ? ശരി സാർ, ഞാൻ ഡോർ തുറന്നു വരാം. വേണ്ട, ചാവി ഇതാ. എന്നിട്ട് താൻ പോയിട്ടോ. പറഞ്ഞ കേട്ടല്ലോ, താൻ കഴിച്ചിട്ടൊക്കെ വന്നാൽ മതി. ശരി സാർ. എന്റെ ഓഫീസിലെ CCTV ക്യാമറയാണെങ്കിലും അതത്ര സേഫ് അല്ല. ആവശ്യമില്ലാത്ത ദൃശ്യങ്ങൾ എന്തിനാ അതിൽ പതിയാൻ വിടുന്നത്? ഓഫ് ചെയ്തേക്കാം. തൽക്കാലം CCTV ഓഫായി കിടക്കട്ടെ, അതാ നല്ലത്.
സാർ വാ കാണിച്ചു തരാം. ഇവന്റെ കാലിലെ കെട്ടഴിച്ച് ഇവനെ ഇങ്ങോട്ട് ഇറക്കാം. ഇറങ്ങണിങ്ങോട്ട്. എന്നെ ഒറ്റിക്കൊടുത്ത് നിധിയുടെ പക്ഷം ചേർന്ന് അങ്ങ് സുഖിക്കാന്ന് കരുതിയോടാ നീ. അവളിനി തലകുത്തി മറിഞ്ഞ് നിന്നെ അന്വേഷിച്ചാലും നിന്നെ കണ്ടുപിടിക്കാൻ പോകുന്നില്ല. നിന്നെ ഒളിപ്പിക്കാൻ ഏറ്റവും സേഫ് ആയ ഒരിടം, ഒരാളും അന്വേഷിച്ച് വരാത്തൊരിടം, അതെ ഞാൻ നിനക്കായിട്ട് ഒരുക്കിയിട്ടുണ്ട് പവിത്ര. കൊണ്ടുപോയവനെ. നടക്കടാ. നീ അതൊന്നും മൈൻഡ് ചെയ്യണ്ട, ഇരുന്ന് കഴിക്കാൻ നോക്ക്. അവിടെ ഉണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഇനി ഞാൻ ഒരു പ്രശ്നം ഉണ്ടാക്കില്ല. എന്നെ ഇറക്കി വിട്. ഞാൻ ഈ വീടിന്റെ പുറത്തേക്ക് പോലും ഇറങ്ങില്ല. ഏട്ടത്തി വേണമെങ്കിൽ ഏട്ടത്തിയുടെ തലയിൽ കൈവച്ച് സത്യം ചെയ്തു തരാൻ ഞാൻ. അമ്മേ, അവരെ ഒന്ന് അങ്ങോട്ട് തുറന്നു വിട്. ദേ, നീ ഇരുന്ന് മര്യാദയ്ക്ക് കഴിക്കാൻ നോക്ക്. ഞാൻ എടുത്തിട്ട് കാല് പിടിച്ച് വേണമെങ്കിൽ മാപ്പ് പറയാം. തലയിൽ കൈവച്ച് സത്യം ചെയ്യാം. ഈ ഡോറൊന്ന് തുറന്നതാ.